ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 10:10 അപ്പോൾ രാത്രി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഒരു പരിപാടി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വെറുതെ ചായ കുടിച്ചാൽ ടൗണിലേക്ക് പോയാലോ എന്ന്. അതായത് നമ്മൾ മാനന്തവാടി ടൗണിലേക്ക് മഴയൊക്കെ പെയ്തേക്കുന്നല്ലേ. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് ഇതുണ്ടോ, മഴ ഇപ്പോൾ ചാറുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിലിട്ട് അതേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നേരെ ഇതാ മാനന്തവാടി ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആണെങ്കിൽ മാനന്തവാടി ആ ഒരു നൈറ്റ് ലൈഫിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ കാണാൻ. മെയിനായിട്ട് ആ തട്ടുകടയൊക്കെ ഗാന്ധി പാർക്കിൽ തട്ടുകടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോക്കുകളാണ് കോഫി കുടിക്കാനും അവിടെ നിന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ നമ്മൾ കഴിക്കാറില്ല. പടത്തിനൊക്കെ പോവുകയാണെങ്കിൽ മെയിനായിട്ട് രാത്രി തട്ടുകടയിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നേരെ അങ്ങനെ വിടുകയാണ്. ജസ്റ്റ് നോക്കാനുള്ള കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം. പിന്നെ നമ്മൾ മാനന്തവാടിയത്തെ നൈറ്റ് എങ്ങനെയാണുള്ളതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂട്ടി എടുത്തിട്ടാണ് വന്നത്. പിന്നെ നേരെ നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വിടാം കേട്ടോ. മഴ പെയ്തിട്ട് റോഡിലൊക്കെ അത്യാവശ്യം തെന്നിത്തെറിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഈ ഒരു നല്ല മഴയില്ലാത്ത സമയത്ത് വണ്ടി ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നും. റോഡിൽ ആ ചളിയൊക്കെ കുറച്ച് കുതിർന്ന് നിൽക്കുന്ന ഒരു സമയമായിരിക്കും, ആ മണ്ണൊക്കെ കുതിർന്ന് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ വള്ളിയൂർക്കാവ് റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മളെ ബാങ്കിലെ ലൈറ്റൊന്നും കാണുന്നില്ല. മിന്നലുണ്ട്, മിന്നലൊക്കെ നല്ല അടിച്ച് കയറുന്നുണ്ട്. ഇതിലെങ്ങനെ പോകാമല്ലേ? നമുക്ക് ഇപ്പോൾ വൺ വേ ഇല്ല, കാരണം നമ്മൾ ടൗണിൽ കൂടി ചുറ്റി വന്ന് പോവാം. കാരണം അവിടുത്തെ എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ മൊത്തം കാണാനുള്ള റോഡ് പണി കാര്യങ്ങളാണ്. ഇതുണ്ടോ, ഫുള്ള് ചേട്ടന്മാർ രാത്രിയൊക്കെ പണിയാണ്. കാരണം ഇപ്പോഴാണ് തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. അവർക്ക് മഴയും രാത്രിയൊന്നുമില്ല, ഒരേ പണിയാണ്. ഇതാ അപ്പോൾ ഇവിടുന്ന് നേരെ കോഴിക്കോട് റോഡിലേക്ക് തിരിഞ്ഞ് ഉണ്ട്. പള്ളി കിട്ടില്ല, പള്ളി റോഡിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ആ മഴ പെയ്തുകൊണ്ട് എല്ലാ ആൾക്കാരും വേഗം വീട്ടിലേക്ക് പോയി തോന്നുന്നുണ്ട്. നമുക്ക് ചെറിയ പ്രാന്തായതുകൊണ്ട് രാത്രിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഒന്ന് മഴയുള്ള സമയത്ത് അങ്ങനെ ഇറങ്ങാറില്ല. ഇതിപ്പം മഴ പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട്, എന്നാലും ഇനി മഴ പെയ്യില്ല എന്നൊരു പ്രതീക്ഷയിൽ അങ്ങ് പോകുകയാണ്. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം തട്ടുകടകളൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി നോക്കണം. കാരണം മഴ പെയ്തതുകൊണ്ട് ഇപ്പോൾ ഗാന്ധി പാർക്ക് എത്തി. ഇവിടെയൊക്കെ റോഡ് പൊളിച്ചിട്ടുണ്ട്, ഫുള്ളും കുത്തിച്ചാടലാണ്. ഗൈസ് ഉണ്ട്, തട്ടുകട ഉണ്ട്. എല്ലാ തട്ടുകടയില്ല, കുറച്ച് തട്ടുകടയുണ്ട്. ഇതാ ഇപ്പോൾ ഗാന്ധി പാർക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വരുന്ന മെയിൻ സ്ഥലം ഇതാണ്. ഈ ഫസ്റ്റ് കാണുന്ന തട്ടുകടയാണ്. ഇപ്പോൾ നേരെ അങ്ങോട്ട് കയറാം. ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ ആ തട്ടുകടയിലേക്ക് പോവാം. ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഉണ്ണി ഇതാ നേരെ ഇതിൻ്റെ തട്ടുകടയിലേക്ക് കയറാട്ടോ. ഇതാപ്പം നമ്മൾ തട്ടുകടയിൽ വന്ന് ഇവിടെ ഇരുന്ന് വന്നപാടും തന്നെ ഒരു കാപ്പിയും ഒരു ചായയും ഇതാ ഒരു പത്തലും ഒരു കാടയും മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞാൻ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഫുഡൊക്കെ കഴിച്ചിരുന്ന സമയത്താണ് തട്ടുകടയിലേക്ക് നൈസായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് വിശപ്പും കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ ചെറുങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അതേ സമയത്ത് തന്നെ നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്.
പക്ഷെ അതിനും മാത്രം തിരക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നു മഴ പെയ്തുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഗാന്ധി പാർക്കിൻ്റെ അടുത്തുള്ള ഫസ്റ്റത്തെ തട്ടുകടയിൽ തന്നെയാണ് കയറിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ നോർമലി എല്ലാ പ്രാവശ്യവും വന്ന് കഴിക്കാറുള്ളത്. അതേസമയം തന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഓരോ കാഴ്ചയും കണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പത്തലൊക്കെ തിന്ന സമയത്ത് നമ്മളെ കാലിൻ്റെ ചുവട്ടിലൊരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കാലിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതപ്പോൾ നമ്മൾ ഏകദേശം കഴിച്ച് തീർന്ന് ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ ചായയും കാപ്പിയും പത്തിലും കാടയൊക്കെ കഴിച്ച് ഇനി നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അതാ വണ്ടി നിർത്തി അവിടെ എത്തിയിട്ടുണ്ട്. പോവാ. ഇപ്പോൾ ഗൈസ് നമ്മളിതാ നേരെ ഇനി പോകുന്നതാണ്. മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് തട്ടുകടയിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ആദ്യത്തെ തട്ടുകടയിൽ തന്നെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ കയറാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോയത്. അങ്ങനെ വേറെ സ്ഥലത്തൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കയറിയത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നേരെ പോകുന്നതാണ്. മഴയൊന്നും ഇനി പെയ്യാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടെ തിരക്ക് വരണമെങ്കിൽ നമ്മളെ ടാക്കീസിൽ നിന്ന് സിനിമയൊക്കെ കണ്ട് ഇറങ്ങി വരുന്നവർ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സമയമാവണം മിക്കവാറും ഇതിന് തിരക്ക് വരണമെങ്കിൽ. പിന്നെ നേരെ ഇതാ നമ്മൾ നേരത്തെ വന്ന അതേ വഴി തിരിച്ചു പോകുന്നതാണ്. ഒറ്റ മനുഷ്യരില്ല. പകലൊക്കെ ഇവിടെ എന്തായിരിക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഉണ്ണിയിപ്പം വണ്ടി ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ണി അത്യാവശ്യം ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് സ്കൂട്ടി തന്നെ എടുത്തിട്ട് വന്നത്. അത്യാവശ്യം ബാലൻസായി വരുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ റോഡിൽ തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ മെയിൻ റോഡിലേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. നമ്മൾ ആ ചെറിയ പോക്കറ്റ് റോഡിൽ കൂടെയാണ് ഓടിച്ച് നോക്കാറുള്ളത്. പിന്നെ നേരെ ഇവിടുന്ന് ഉണ്ണിക്ക് വണ്ടി കൈമാറുന്നതാണ്. അവിടെ നിന്ന് ഓടിക്കാമല്ലോ എന്തായാലും. അപ്പുറത്ത് നിന്ന് ഓടിച്ചാൽ പോരാ. അപ്പോൾ ഇതാ ഗായ്സ്, ഇവിടെ നിന്ന് വണ്ടി ഓഫാക്കി ഉണ്ണിക്ക് കൈമാറുന്നതാണ്. ഇനി ഉണ്ണി ഓടിച്ചോളൂ. കൊടുത്തോ. ബ്രേക്ക് വിട്. കൊടുക്ക്. മെല്ലെ പോയാൽ മതി. ഇപ്പോൾ ഇതാ ഗൈസ്, ഉണ്ണി ഇതാ വണ്ടി ഓടിക്കുന്നുണ്ട്. അത്യാവശ്യം ആ വണ്ടി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഷെയ്ക്കിങ് ഉണ്ട് എന്നുള്ളൂ. അല്ലാണ്ട് അത്യാവശ്യം ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഓടിച്ചിങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതാ ആൾ ഓടിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ വീഴും അല്ലേ. വർത്താനം പറഞ്ഞാൽ കോൺസെൻട്രേഷൻ തെറ്റുന്ന. നേരെ നോക്കി ഓടിച്ചാൽ മതി. പൊട്ടെ. മഴ പെയ്തുകൊണ്ട് ഈ റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് അവരെന്തോടെ പണിയും റോഡ് പണിയും അവിടെ എടുത്തിട്ട് മൊത്തം ചളിപിളിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം. മെല്ലെ ബ്രേക്ക്. പോട്ടെ ബ്രേക്ക് വിട്ടിട്ട് പോ. ഇവിടേക്ക് എത്തുമ്പോഴാണെന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത്. ബ്രേക്ക് കൊടുക്ക്.
സ്ലോ ആക്ക, 2 ബ്രേക്കും വിട്, വണ്ടി പോണം. പിടിച്ചോ നല്ല ടൈറ്റിൽ, ബ്രേക്ക് മെല്ലെ പോയാൽ മതി, ഇതേപോലെ മെല്ലെ പോയാൽ മതി. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. വലിയ കട്ടർ തന്നെ ചാടി. അപ്പോൾ അതാ ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്ന ഇതാ നമ്മളെ ബുള്ളറ്റ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ. വെറുതെ ഇരുന്നപ്പം ഒരു ചായ കുടിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടതാണ്. പോയിരുന്ന വഴിക്ക് പിന്നെ ഉണ്ണിക്ക് വണ്ടി കൊടുത്ത് ഓടിക്കാൻ. നമ്മളിവിടുന്ന് ചോറ് കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങ് പോയതാണ്. അതാ പിന്നെ അവിടുന്ന് മെയിനായിട്ടൊന്നും കഴിക്കാത്തത്. അപ്പം ഇനി നേരെ വീഡിയോ നിർത്തുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ദിവസം പുതിയൊരു കാഴ്ചയും വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം കേട്ടോ. വാടാ വാടാ, ലക്കി 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 ലക്കി.